എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മളെല്ലാവരും ജിയോ അല്ലെങ്കിൽ ഐഡിയ അങ്ങനെയെല്ലാം ഇപ്പോൾ 4G യുഗമാണ്. 4G യുഗത്തിൽ നമ്മളിപ്പോൾ പല ഓഫേഴ്സും നമ്മൾ കണ്ടപ്പോൾ റീചാർജ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ പല സുഹൃത്തുക്കളും പറയുണ്ടായി 4G അതായത് ഐഡിയ നല്ല സ്പീഡാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ജിയോ ഒഴിവാക്കി ഐഡിയ എടുത്ത് ഐഡിയ 4G 1GB ഡെയിലി കിട്ടുന്നുണ്ട് എടുത്ത് അല്ലെങ്കിൽ എയർടെൽ. പക്ഷെ എന്നാൽ റീചാർജ് ചെയ്തപ്പോൾ 1GB വല്ല സ്പീഡില്ല എന്നുള്ളൊരു പരാതി കേൾക്കുന്നുണ്ടായി. എന്നാൽ ഈ സ്പീഡില്ലാത്ത കാരണം ഐഡിയയുടെയോ അല്ലെങ്കിൽ എയർടെലിൻ്റെയോ ഭാഗത്തുനിന്ന് പ്രശ്നമല്ല, നമ്മളെ ജസ്റ്റ് ഫോണിൻ്റെ പ്രശ്നമായിരിക്കാനാണ് സാധ്യത. കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് ഫോണ് ഇപ്പോൾ നമ്മൾ ആൾറെഡി ഐഡിയ യൂസ് ചെയ്തതിൻ്റെ ഒരാളാണെങ്കിൽ ആ ആൾക്ക് ഇപ്പോൾ റീചാർജ് ഇപ്പോൾ സ്പീഡ് കിട്ടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം ജസ്റ്റ് ആ ഫോണിലൊരു സെറ്റിങ്സ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ചെക്ക് ചെയ്യേണ്ട സെറ്റിങ്സ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള സെറ്റിങ്സ് ആണ്. നിങ്ങൾ പല ആൾക്കാർക്കും അറിയുന്നുണ്ടാവും. ജസ്റ്റ് നമ്മൾ മൊബൈൽ സെറ്റിങ്സിൽ പോകാം. സെറ്റിങ്സിൽ പോയിട്ട് ഇതിൽ മോർ എന്നുള്ള ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പല ഫോണിലും പല മോഡലിലും ആയിരിക്കും. അതായത് ആൻഡ്രോയിഡ് വേർഷൻ അനുസരിച്ച് മാറ്റം ഉണ്ടായിരിക്കും. അതായത് സാംസങ് ഒക്കെ ആണെങ്കിൽ വേറെ മോഡലാണ് വരുന്നത്. അപ്പോൾ ഈ ഫോണത്തെ സാംസങ്ങിൻ്റെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ആദ്യം ഈ ഫോണത്തെ ജസ്റ്റ് കാണാം. മോർ എന്നുള്ള ഇതിൽ സെല്ലുലാർ നെറ്റ്വർക്ക് ഇങ്ങനൊരു വിൻഡോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരും. ഇതൊരു വോൾട്ടൊക്കെ ഉള്ളൊരു അഡ്വാൻസ് ടെക്നോളജിയുടെ ഒരു ഫോണാണ്. അപ്പോൾ വോൾട്ടൊന്നും ഇല്ലാത്തതാണെങ്കിലും അല്ലെങ്കിൽ 3G സെറ്റ് ആണെങ്കിലും നമ്മളിങ്ങനെ ഒരു ഡാറ്റ റോമിംഗ് എന്നുള്ളത് ജസ്റ്റ് ഇത് നമ്മൾ ആയിരിക്കണം. പിന്നെ സെലക്ട് നെറ്റ്വർക്ക് മോഡ്, ഡാറ്റ റോമിങ് എപ്പോഴും ഓണാക്കി. പലർക്കും ധാരണ ഉണ്ട് ഡാറ്റ റോമിങ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് കട്ടാവും, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. എന്നാൽ ഒരിക്കലുമില്ല. നമ്മൾ റോമിങ്ങിലായാലും അൺറോമിങ്ങിലായാലും നമുക്കത് നെറ്റ് ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. അത് ഓണാക്കേണ്ടതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമ്മൾ ചില സമയത്ത് നമ്മളെ നെറ്റ്വർക്ക് നമ്മൾ പോലും അറിയാതെ റോങ് മോഡിലേക്ക് മാറാറുണ്ട്. പക്ഷെ ആ സമയത്ത് നമുക്ക് നെറ്റ് കിട്ടില്ല അത് ഓഫാണെങ്കിൽ. പിന്നെ സെലക്ട് നെറ്റ്വർക്ക് മോഡ്, ഇതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ പല ആൾക്കാരും ഇപ്പോൾ LTE-GS, WCDM, ഈ ഓട്ടോ എന്നുള്ള ഇതിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഈ ഓപ്ഷനിൽ സെലക്ട് ചെയ്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇപ്പോൾ ടൗൺ ഏരിയ ആണെങ്കിൽ നല്ല സ്പീഡ് കിട്ടും. നേരെ മറിച്ച് നമ്മളെ വീട്ടിലായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്പീഡ് കിട്ടുന്നുണ്ടാവില്ല. അതായത് 2G സ്പീഡായിരിക്കും കിട്ടുക. കാരണം എന്താ, അവിടെ LTE ആൻഡ് GS ആൻഡ് 3G ആണ് വരുന്നത്. അപ്പോൾ 4G ഉണ്ടോ നോക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നേരെ 3Gക്കല്ല പോകുന്നത്, 2Gയിലേക്കാണ്. 3Gയിലേക്ക് മാറുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം 3G നല്ല ഹൈ സ്പീഡായതുകൊണ്ട് അത് ഒരിക്കലും 3Gയിലേക്ക് മാറണതായിട്ട് കണ്ടുവരുന്നില്ല. GSMക്കാണ് മാറുന്നത്. അപ്പോൾ ഈ GSMക്ക് മാറുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്, അതായത് ലോ കണക്ഷൻ ആകുമ്പോൾ, അതായത് റേഞ്ച് കുറവാണെങ്കിൽ എന്നാണ് ഉദ്ദേശിച്ചത്, അതിന് ഇത്ര സിഗ്നൽ കിട്ടണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടേണ്ട ഒരു സമയം വരുമ്പോൾ കിട്ടാതിരിക്കേണ്ട സമയം ആയതുകൊണ്ടാണ് ഓട്ടോ കണക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം, സ്പീഡ് കുറവ്. നേരെ മറിച്ച് നമ്മൾ 3G മോഡാണ്. ഇപ്പോൾ WCDM, ഇപ്പോൾ ഐഡിയ എയർടെലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഏത് മോഡലിട്ടും യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 3G മോഡലിട്ട് കണ്ട് യൂസ് ചെയ്യേണ്ടതായിരിക്കും ബെറ്റർ. കാരണം ഇപ്പോൾ എല്ലാവരും 3G ഫോണാണ് യൂസ് ചെയ്യുന്നവർക്ക് ആ സിമ്മിൽ അൺലിമിറ്റ് 1GB ഡെയിലി 347 റുപ്യ കൊടുത്താൽ കിട്ടുന്ന ഐഡിയയുടെ ഓഫറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ 3G ഫോണാണെങ്കിൽ ഇത് WCDM എന്നുള്ള ഓൺലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതുവേ നമ്മൾ എവിടേക്ക് യാത്ര പോകേണ്ട സമയത്ത് മാത്രം നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടാൽ മതി. കാരണം നമുക്ക് കോൾ കിട്ടണമെന്നുണ്ട്. നമ്മൾ ഒരു പക്ഷേ ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലത്തും ഐഡിയ ഒക്കെ 3G ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ 4G
ഉള്ളൊരു ഫോണിലാണ് അല്ലെങ്കിൽ വോൾട്ട് ഇല്ലാത്തൊരു ഫോണിലാണെങ്കിൽ LTE ഓൺലി എന്നുള്ള ഇത് കൊടുക്കുക. LTE പിന്നെ വോൾട്ടുള്ള സെറ്റപ്പിലാണെങ്കിൽ വോൾട്ട് കൊടുക്കുക. വോൾട്ട് ഇപ്പോൾ ഓണായിട്ട് തന്നെയാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നതാണ്. ഈ LTE അല്ലെങ്കിൽ WCDMA കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നെറ്റ്വർക്ക് ഓപ്പറേറ്റർ ഒന്ന് സെലക്ട് ചെയ്യുക. അടുത്ത് അത് കഴിഞ്ഞിട്ട് ചോയ്സ് ഓട്ടോമാറ്റിക്കലി ആണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവണതാണ്. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇത് ഓട്ടോമാറ്റിക് നമ്മൾ ഇവിടെ LTEൻ്റെ ഈ പോസ്റ്ററിൽ ഈ സെലക്ട് നെറ്റ്വർക്ക് മോഡൽ ടൈപ്പിൻ്റെ അതിൽ കൊടുക്കേണ്ടതെന്ന് പറയാൻ കാരണം വേറെ സെപ്പറേറ്റ് കൊടുത്താൽ മാത്രം സ്പീഡ് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വീഡിയോ ഞാൻ ഇടുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലാസ്റ്റ് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.